വെൽക്കം ബാക്ക് ടു വേഗൻ ലേണിംഗ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്ന ഗ്രാമർ ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്റ്റീവ് ടു പാസീവ് കൺവേർഷൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആക്റ്റീവ് സെന്റൻസിനെ നമ്മൾ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സിമ്പിൾ പ്രസന്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ പ്രസന്റ് സെന്റൻസ് എങ്ങനെയായിരിക്കും കാണാൻ? യെസ്, ഹി ഈറ്റ്സ് എ മാംഗോ. അതിന് നമ്മൾ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും? എ മാംഗോ ഇസ് ഈറ്റൻ ബൈ ഹിം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, എ മാംഗോ, നമ്മൾ ഈ മാംഗോനെ തൽക്കാലം ബി ആക്കി എടുക്കാന്ന് വിചാരിക്കാം. ഓക്കെ, ഈസ് ആർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എ. ഓക്കെ, ഹീനെ നമ്മൾ എ ആയിട്ട് എടുത്തു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുക, പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഹി ഈറ്റ്സ് എ മാംഗോ എന്താവും? മാംഗോ ഈസ് ഈറ്റൻ ബൈ ഹിം. അപ്പോൾ നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഐ റീഡ് എ ലെറ്റർ. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും? എ ലെറ്റർ ഈസ് read by me. Yes, a letter is read by me. ഇത് സെയിം സംഭവം, വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല ഇത് സിമ്പിൾ പാസ്റ്റ് ആവുമ്പോൾ. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ കണ്ടത്? ബി പ്ലസ് ഇസ് ആം ആർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എ എന്നാണല്ലോ. അതിവിടെ എത്തുമ്പോൾ എന്താവും? ബി പ്ലസ് ഇസ് ആം ആർ മാറിയിട്ട് വാസ് വർ എന്നാവും. പ്ലസ് ബാക്കി എല്ലാം അതേപോലെ V3 പ്ലസ് ബൈ പ്ലസ് എ. അതായത് ഹി ate a mango എന്താവും? a mango was eaten by him. I read a letter എന്നുള്ളത് ഇവിടെ വരുമ്പോൾ എന്താവും? I read a letter എന്നാവും. a letter was read by me. Okay, ഇനി ഇതേ സംഭവം സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിലോ? he will eat a mango എന്താവും? ഈ ബി പ്ലസ് വാസ് വർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എ എന്നുള്ളതിനെ മാറ്റിയിട്ട് ബി പ്ലസ് വിൽ ബി പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എ എന്നാവും. കണ്ടോ, ഇവിടെ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പൊ ഹി വിൽ ഈറ്റ് എ മാംഗോ എന്താവും? എ മാംഗോ വിൽ ബി ഈറ്റൻ ബൈ ഹിം. ഐ വിൽ റീഡ് എ ലെറ്റർ എന്താവും? എ ലെറ്റർ വിൽ ബി റെഡ് ബൈ മീ. ഓക്കെ, അപ്പം നമ്മുടെ ഇൻഡെഫിനിറ്റ് ടെൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ടിന്യൂസിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഹി ഈസ് ഈറ്റിംഗ് എ മാംഗോ എന്തായി? എ മാംഗോ ഇസ് ആം ആർ നേരത്തെ തന്നെ പ്ലസ് ബീയിങ് ING ഫോമുല കൊണ്ട് എന്ത് വരും? ബീയിങ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഹി ഈസ് ഈറ്റിംഗ് എ മാംഗോ എന്താവും? മാംഗോ ഈസ് ബീയിങ് ഈറ്റൻ ബൈ ഹിം. കണ്ടോ, V3 അതേപോലെ ഇതും അതേപോലെ അങ്ങനെ തന്നെ നിൽക്കുക ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതേ സംഭവം നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റാം. അതിന് മുൻപേ ഐ ആം റീഡിങ് എ ലെറ്റർ. ഓക്കെ, ഐ ആം റീഡിങ് എ ലെറ്റർ എന്താവും? ലെറ്റർ ഈസ് ബീയിങ് റെഡ് ബൈ മീ. വെരി ഗുഡ്. പാസ്റ്റ് കണ്ടിന്യൂസ്, ഹി വാസ് ഈറ്റിംഗ് എ മാംഗോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതി? ബി പ്ലസ് ഇസ് ആം ആർ നമ്മൾ മാറ്റിയിട്ട് എന്താക്കും? വാസ് വർ പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എ. അതായത് ഹി വാസ് ഈറ്റിംഗ് എ മാംഗോ, എ മാംഗോ വാസ് ബീയിങ് ഈറ്റൻ ബൈ ഹിം. I was reading a letter was being read by me. Yes. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് വേണോ? വേണ്ട അല്ലേ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് നമ്മൾ പാസീവിലേക്ക് മാറ്റില്ല. ഓക്കെ, ഇനി വരുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോൾ എങ്ങനെയാണ് വരാം? ഹി ഹാസ് ഈറ്റൻ എ മാംഗോ അല്ലെങ്കിൽ ഐ ഹാവ് റെഡ് എ ലെറ്റർ. ഓക്കെ, അപ്പോൾ ഹി ഹാസ് ഈറ്റൻ എ മാംഗോ നമ്മൾ നേരത്തെ തന്നെ എന്തായി? ബി പ്ലസ് ഇനി എന്താണ്? ഹാസ് ഓർ പിന്നെ എന്ത് പോർഷനുള്ള? ഹാവ് പ്ലസ് ബീയിങ് എന്തായി? ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എ. സെയിം സംഭവം തന്നെ ഹാസ് ഹാവ് ബീൻ വരും. ഓക്കെ, അപ്പോൾ ഹി ഹാസ് ഈറ്റൻ എ മാംഗോ, മാംഗോ ഹാസ് ബീൻ ഈറ്റൻ ബൈ ഹിം. ഓക്കെ, ഐ ഹാവ് റെഡ് എ ലെറ്റർ, എ ലെറ്റർ has been read by me. Okay,
ഇനി എന്താ വരുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇവിടെയുള്ള ഹാസ് ഹാവ് എന്താവും? ഹാഡ് ആവും. ബി പ്ലസ് ഹാസ് ഹാവിന് പകരം ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എ. He had eaten a mango. എന്തായി? A mango had been eaten by him. I had read a letter. A letter had been read by me. Okay. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓക്കെ, ഫ്യൂച്ചർ പെർഫെക്റ്റ് നമ്മൾ എങ്ങനെ എഴുതും? ഹി വിൽ ഹാവ് ഈറ്റൻ എ മാംഗോ. അതിവിടെ ആവുമ്പോൾ ഐ വിൽ ഹാവ് റെഡ് എ ലെറ്റർ. കൺവേർഷൻ എങ്ങനെ വരും? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബി പ്ലസ് അവിടെ എന്തായിരുന്നു? ഹാസ് ഹാവ് ആയിരുന്നു അല്ലേ? ഇവിടെ വിൽ പ്ലസ് ഹാവ് പ്ലസ് വില്ലിൻ്റെ കൂടെ ഹാസ് വരില്ല. വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എ. Okay, so he will have eaten a mango. A mango will have been eaten by him. I will have read a letter. A letter will have been read by me. Okay, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് വരെയുള്ള കൺവേർഷൻ നടത്തുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും മാം അപ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അതൊന്നും എന്തില്ല, പാസീവിലേക്ക് കൺവേർഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ചെയ്യാൻ. ദ ഷെഫ് കുക്ക്ഡ് എ ഡെലീഷ്യസ് മീൽ. അപ്പോൾ നിങ്ങൾ നോക്കുക, കുക്ക്ഡ് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലേ? എ ഡെലീഷ്യസ് മീൽ, എ ഡെലീഷ്യസ് മീൽ വാസ് cooked by the chef. Next question നോക്കുക. The teacher explains the lesson clearly. Explains, simple present അല്ലേ? The lesson is explained by the teacher clearly. Okay, by the teacher clearly. Moving on. The children will play the game tomorrow. The children will play അല്ലേ? will play എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പോൾ the game will be played by children tomorrow എന്ന് വരും. The company launched a new product. Again, simple past. A new product was launched by the company last week. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ കോമെൻറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് ദ ഡോഗ് ചേസ് ദ ബോൾ അക്രോസ് ദ യാർഡ്. ഇതിനെ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബൈ.